കുറിച്ച് അന്വേഷിച്ചപ്പോൾ നീ ഒരു വട്ടനാണെന്നും നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെ നിന്നെ കുടുംബത്തിൽ കയറ്റാത്തവനാണെന്നും തെണ്ടുന്നവനാണെന്നും അറിഞ്ഞതുകൊണ്ട് ഞാൻ മുമ്പേ നിന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. നീ പല സമയങ്ങളിൽ അത് പറയുമ്പോൾ ലെഫ്റ്റ് അടിച്ച് പോലാ. മനസ്സിലായോ? നിന്റെ ഉമ്മയും വാപ്പയും ഒരുപാട് നിന്റെ ഈ തലതിരിഞ്ഞ കാര്യങ്ങൾ കാരണം ചെയ്യുന്നത് കാരണം വളരെ വിഷമിച്ചിട്ടുണ്ട് എന്നും ഭാര്യയും ഭാര്യ വീട്ടുകാരും നിന്റെ കുടുംബങ്ങളും നിന്നെ റേഷൻ കാർഡിൽ നിന്നും പേര് പറ്റിയതാണെന്നും ഞാൻ നിന്നെ മുമ്പേ അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, നിന്റെ ഈ കൊട്ടക്ക് ആ തലയും കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഇനി അത് മാറിയിട്ടില്ല, എന്നുള്ള പ്രൊഫൈൽ തന്നെയാണ് ഇന്നും. ഓക്കെ, അതെ, നീ നിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ മുമ്പേ നിന്നെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചതാണല്ലോ. നിങ്ങളെ ഈ ഈ യുക്തി നിരീശ്വരവാദ ഗ്രൂപ്പുകളിലൊക്കെ ആ സമയങ്ങളിലൊക്കെ ഞാൻ അന്വേഷിച്ചാണത്. അപ്പൊ നീ സ്വയം എന്താണ് സ്വന്തം വാപ്പയെയും ഉമ്മയെയും വിഷമിപ്പിച്ച് അവരുടെ ജീവിതം താറുമാറാക്കി ഒരു മകൻ തലതിരിഞ്ഞ് നടക്കുമ്പോ അതിന് ഈ ഗ്രൂപ്പിലും കാണിക്കും. നിന്റെ കുടുംബത്തിലും നിന്റെ വീട്ടിലും നിന്റെ അമ്മയെയും അച്ഛനെയും ഭാര്യയെയും കുടുംബങ്ങളെയും കുട്ടികളെയും വിഷമിപ്പിച്ച് അവർക്ക് വേണ്ടാത്ത ഒരുത്തനാവുമ്പോ നീ എവിടെയും അത് കാണിക്കൂ. മനസ്സിലായ? നിന്റെ തന്തയില്ലാത്ത സ്വഭാവം നീ കാണിക്കുന്നതിന് ഇപ്പൊ എന്താ തെറ്റ്? അതിലൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. മനസ്സിലായോ? റിപ്പോർട്ട് അടിച്ചല്ല പൊട്ടിക്കേണ്ടത്. ഇജി രക്ഷപ്പെട്ട് ഇസ്ലാമിക രാജ്യത്ത് വളരെ സുന്ദരമായി വീടിനും കൂട്ടുകാരെയും കുടുംബത്തിനെയും നോക്കാതെ കിട്ടിയത് പെണ്ണും കള്ളും കഞ്ചാവുമായി നടക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ അതിന് മുമ്പേ പല ഗ്രൂപ്പിലും നിങ്ങളെ നിയന്ത്രണത്തിലുള്ള വ്യക്തി നിരീശ്വരവാദി ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞത് അതൊക്കെ. അന്നേരൊക്കെ ഇജി ദേഷ്യം പിടിച്ച് അതിന് ലെഫ്റ്റ് അടിച്ച് പോലാ. നീ വലിയ തെമ്മാടിയായിരുന്നു എന്നൊക്കെ അറിയാം. മനസ്സിലായോ? പിന്നെ ഈ യൂട്യൂബിൽ ഇട്ടാൽ എനിക്ക് ചപ്പല്ല. എന്റെ ഒരു രോമത്തിന്റെ എന്റെ അടിവസ്ത്രത്തിന്റെ അടിയിലുള്ള രോമല്ലേ, നമ്മുടെ ഏറ്റവും അടിവസ്ത്രം ഇടൂലേ, അതിന്റെ അടിയിലുള്ള ഏറ്റവും ചെറിയ രോമം, വലുത് ഞാൻ പറയുന്നില്ല. വലുത് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് ആ ഒരു വില ഉണ്ടാവും. അതും ഞാൻ കൽപ്പിക്കുന്നില്ല. എന്നെ പോലെയുള്ള തമ്മാടികൾ എന്ത് ചെയ്താലും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനസ്സിലായ? എന്റെ അടിവസ്ത്രത്തിന്റെ അടിയിലുള്ള, ഞാൻ ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാണ്, അതിന്റെ അടിയിലുള്ള ഏറ്റവും ചെറിയ രോമം, ആ രോമത്തിന്റെ വില പോലും ഞാൻ എനിക്ക് കൽപ്പിക്കില്ല. ഇങ്ങനെ ഓരോ വാക്കുകൾ പറയാനേ അതിനും വേണം നല്ലൊരു നട്ടല്. മന്ത്രിമാരില്ല, MLA-മാരില്ല, ഭരണസിരാ കേന്ദ്രങ്ങളില് പിടിപാടുള്ള ആളുകളില്ല. തവക്കൽ തോറല്ല. സഹോദര, ഇതൊരു പൊതു ഗ്രൂപ്പാണെന്നേ, ഒരു ഫാമിലി ഗ്രൂപ്പ് അല്ലല്ലോ. ആരാണിയെന്നറിയില്ല. ഭ്രാന്ത് എന്ന് പറയുമ്പോ നല്ലൊരു കാര്യല്ലേ. ഭ്രാന്തന്മാർക്ക് വിചാരണയില്ലല്ലോ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ആക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു ഗുണത്തിലാവുള്ളൂ, ദോഷത്തിലാവില്ല. എല്ലാം നല്ലതിലാകട്ടെ. അത് കുഴപ്പമില്ല. ഒരാൾ തെണ്ടുക എന്ന് പറഞ്ഞാല്, ഭ്രാന്ത് എന്ന് പറഞ്ഞാല്, അതൊക്കെ ഓരോരോ അവസ്ഥകളല്ലേ സഹോദര. അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെയുള്ള വ്യാജകന്റെ നിരോധന മേഖലയുണ്ട്. എന്നാലും പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് എനിക്കെന്തെങ്കിലും പരാതിയായിട്ട് പോലീസ് ആയിട്ട് ബന്ധപ്പെടുക, നിയമപരമായിട്ട് കോടതിപരമായിട്ടൊക്കെ നീങ്ങുന്നത് നല്ലതാണ്. അല്ലാതെ കായികമായിട്ട് നീങ്ങരുത്. അടിക്കുന്നല്ലേ ചെയ്തത്. അതുപോലെ കള്ളനെ പിടിച്ച് തല്ലിക്കൊന്ന പോലെ മധുവിനെ കൊന്നല്ല, തല്ലിക്കൊല്ലരുത്. അത്രയുള്ളു. അതൊന്നും പ്രശ്നമില്ല. അവർക്ക് പ്രശ്നമില്ലല്ലോ. മറ്റേ തള്ളക്ക് ദുഃഖമില്ല, പിന്നെ നിങ്ങളെ ദുഃഖിച്ചിട്ട് കാര്യമില്ലേ. അതൊന്നും പ്രശ്നമില്ല. മറ്റേ തള്ളക്ക് പോലും ദുഃഖമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ദുഃഖിക്കണത്? ദുഃഖം മാറുന്നാൽ ശാന്തി ലഭിക്കും, സ്വപ്നം മാറുന്നാൽ സ്വർഗം ലഭിക്കും. അതാണ് നല്ല പാട്ട് പാടാണ് നല്ലത്. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് പ്രാവശ്യം